Hello kiddos, are you studying in class 1 to 4? Are you going to crack the Olympiad exam? Here we will help you by solving previous question paper. നമ്മൾക്ക് ആദ്യം 23-24 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ക്ലാസ് 4 മാത്സിൻ്റെ 23-24 ക്വസ്റ്റ്യൻ പേപ്പറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഓൾ ടുഗദർ ദർ ആർ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെറ്റ്സ് സോൾവ് together. This one is the first question. Question number 1. Which of the following is the international number system? അപ്പോൾ നമ്മൾക്ക് അറിയണം വാട്ട് ഈസ് ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ബിഗ് നമ്പേഴ്സ് ലൈക്ക് ബില്യൺസ്, മില്യൺസ്, ട്രില്യൺസ് എക്സെട്ര. അപ്പോൾ വാട്ട് ഈസ് എ ബില്യൺ? ബില്യൺ പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 9 സീറോ. മില്യൺ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 6 സീറോസ്. ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 12 സീറോസ് ആണ്. അപ്പോൾ ഇപ്പോൾ ബില്യൺ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 9 സീറോസ്. നമ്മൾ യൂഷ്വലി നമ്പർ റൈറ്റ് ചെയ്യുക ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ഇങ്ങനെയാണ് റൈറ്റ് ചെയ്യുക. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് റൈറ്റ് ചെയ്യും. ഇനി ഇതിന് ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്പറിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് കൺസിഡർ ചെയ്യുമ്പം റൈറ്റിൽ നിന്ന് നമ്മൾ നമ്പറിനെ കൗണ്ട് ചെയ്തിട്ട് 3 ഡിജിറ്റ്സ് ഉണ്ട് ഓരോരോ ഗ്രൂപ്പാക്കും. ഓരോ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് വി ആർ പുട്ടിങ് കോമ ഇടും. അപ്പോൾ നമ്മൾ ബില്യൺ ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റത്തിൽ ബില്യൺ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ബില്യൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോവാണ്. അപ്പോൾ 000 3 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്തു. ഇതിന് ഞാൻ ഒരു ഗ്രൂപ്പാക്കി കോമ പുട്ട് ചെയ്തു. എഗെയിൻ 000 3 ഡിജിറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പ് കോമ. എഗെയിൻ 000 3 ഡിജിറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പ് കോമ 1 ഒറ്റയ്ക്കേ ഉള്ളൂ. 1ന് പിന്നെ ഗ്രൂപ്പ്സ് ഇല്ല. ഇതാണ് ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്മൾക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് 12. ഫസ്റ്റ് ഓപ്ഷൻ എ ഈസ് 12 35 300. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റത്തിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോവാണ്. അപ്പോൾ 003 റൈറ്റിൽ നിന്ന് വരുമ്പോൾ 003 3 ഡിജിറ്റ്സ് വന്നു. ഇതിനെ നമ്മളൊരു ഗ്രൂപ്പാക്കി. നെക്സ്റ്റ് 53 2 ഡിജിറ്റ് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്രൂപ്പാക്കി. അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ് വന്നാലും മാത്രമേ ഒരു ഗ്രൂപ്പ് ആവാൻ പാടുള്ളൂ. ഇതിൻ്റെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ പിന്നെ നമ്പർ ഉള്ള കാരണം. അപ്പോൾ ദിസ് ഈസ് എഗെയിൻസ്റ്റ് ദി ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റം. നെക്സ്റ്റ് നിങ്ങൾ ബി നോക്കി. ബി ഈസ് 3 2 3 4 300. 3 2 3 4 300. നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോവാണ്. 003 3 ഡിജിറ്റ്സ് ഒരു ഗ്രൂപ്പ് കറക്റ്റ്. എഗെയിൻ 432 എഗെയിൻ 3 ഡിജിറ്റ്സ് ഒരു ഗ്രൂപ്പ് കറക്റ്റ്. 3 ഒറ്റയ്ക്കേ ഉള്ളൂ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റം റൈറ്റിങ്സ്. ഇനി ഓപ്ഷൻ സി ഈസ് 1 12 400. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ 004 ഇറ്റ് ഈസ് 3 ഡിജിറ്റ്സ് ഒരു ഗ്രൂപ്പ് കറക്റ്റ്. ദെൻ 1 2 1 ഉണ്ട്. ഇവിടെ ഒരു 1 ഉണ്ട്. 2 1 1 ആണെന്നൊരു ഗ്രൂപ്പ് ആവേണ്ടത്. ബട്ട് ഇൻ ബിറ്റ്വീൻ ദിസ് 1 and 1 they put a comma. Therefore this is also in accordance not in accordance with international number system. Then last option is D 432 305. When we are going from right to left, 503 3 digits it's a group. Next 2 3 4 ആണ് ഒരു ഗ്രൂപ്പ് ആവേണ്ടത്. ബട്ട് ഇൻ ബിറ്റ്വീൻ 4 and 3 they put a comma. അപ്പോൾ ദിസ് ഈസ് ആൾസോ ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റം. Therefore the correct answer is answer B.